ഓം നമ ശിവായ. ജീവിതത്തിൽ എപ്പോഴും ആകസ്മികമായി കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും വിശ്വസിക്കാറുണ്ട്, വിചാരിക്കാറുണ്ട്. എന്നാൽ എല്ലാം തന്നെ പ്രീ പ്ലാൻഡ് ആണ് എന്ന് അങ്ങനെ ഒരു മതവും പറയുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെയും റാഷണലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടുകയുമില്ല. ഇന്ന് പഴനിയുടെ വിശുദ്ധമായ ഈ ഭൂമികയിൽ വെച്ചുകൊണ്ട് പുതിയൊരു സെഷനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ സെഷൻ തന്നെ യഥാർത്ഥത്തിൽ എനിക്കറിയില്ല, വരുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കുന്ന അറിയില്ല. വളരെ ആകസ്മികമായിട്ട് വളരെ ഒരു പ്രൊഫൗണ്ടായിട്ടുള്ള ഒരു സ്കോളറെ ഇവിടെ വെച്ച് കാണുന്നു, അദ്ദേഹമായിട്ട് സംവദിക്കുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സെഷൻ എടുക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ആകസ്മികമാണോ പ്രീ പ്ലാൻഡ് ആണോ അറിയില്ല. അപ്പോൾ എപ്പോഴും ശാസ്ത്രത്തിന് ഉത്തരം തരാൻ കഴിയാത്ത ചില പ്രത്യേകമായ ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ കൂടുതൽ മുഖവുരകൾ ഇല്ലാതെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ബഹുമാനത്തോടു കൂടി ആചാര്യ ഡോക്ടർ രാമകൃഷ്ണ ശർമ്മ അദ്ദേഹത്തിനെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം മാംഗ്ലൂർ നിവാസിയാണ്, പക്ഷേ മലയാളം നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം, നമസ്കാരം. അപ്പോൾ അങ്ങയെക്കുറിച്ച് ഏതാനും വാക്കുകളിൽ ഒന്ന് പറയാമോ? അങ്ങയുടെ മലയാളവുമായിട്ടുള്ള ബന്ധവും അങ്ങയുടെ പഠന മേഖലകളും ഒക്കെ. എന്നെപ്പറ്റി മലയാള പശ്ചാത്തലം പറയണമെങ്കിൽ എൻ്റെ ചെറുപ്പകാലം ഞാൻ ചെലവഴിച്ചത് 10-20 വർഷം കേരളത്തിലാണ്. അച്ഛൻ താവഴി മുത്തച്ഛനും അമ്മ താവഴി മുത്തച്ഛനും കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത് ക്ഷേത്രപൂജ, ദേഹണ്ണം, പാചകം ഇതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ ശക്തൻ്റെ കോയിലകത്ത് അച്ഛനുണ്ടായിരുന്നു, അമ്മയുടെ അച്ഛൻ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് കേരള ഭൂമിയുടെ മണ്ണും വെള്ളവും വായുവും ഒക്കെ സ്വാംശീകരിച്ചത് കൊണ്ടായിരിക്കാം മലയാളം ഇങ്ങനെ പറയാൻ സാധിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലുപരിയായിട്ട് ഭാഷാസ്നേഹം എന്നുള്ളത് കൂടെ ഉള്ളതുകൊണ്ട് ദക്ഷിണ ഭാരതീയമായിട്ടുള്ള എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാം. അതുകൊണ്ട് ഉള്ളൊരു ഒരു പ്രത്യേക ഗുണം എന്തെന്ന് പറഞ്ഞാൽ അതാത് പ്രാന്തീയമായിട്ട് വ്യവഹരിക്കുമ്പോൾ അവിടെയുള്ളവർക്ക് ഇത് നമ്മുടെ ആളാണെന്ന് തോന്നിപ്പോകും. അങ്ങനെയുള്ളൊരു കാര്യം. പിന്നെ പഠിച്ചത് വീട്ടിലുള്ള അവരുടെ നിർബന്ധം കൊണ്ട് കോമേഴ്സ് ആയിരുന്നെങ്കിലും ബികോം ഫൈനൽ വിദ്യാർത്ഥി ആയിരുന്നപ്പോഴാണ് കോഴ്സ് മാറ്റണമെന്ന് തോന്നി. കാരണം എൻ്റെ ആസക്തിക്ക് ഉതകുന്നതല്ല കോമേഴ്സ് എന്ന് മനസ്സിലാക്കി യോഗശാസ്ത്രവും സംസ്കൃതവും വേദാന്തവും സാന്ദീപനി സാധനാലയ എന്ന് പറയുന്ന ഒരു ഗുരുകുലത്തിൽ ബോംബെയിൽ സ്വാമി ചിന്മയാനന്ദജിയുടെ മറ്റേ സാരഥ്യത്തിൽ നടക്കുന്ന ഒരു ഗുരുകുലമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ പോയി ചേരാനിടയായി. അപ്പോൾ അവിടെ ബ്രഹ്മചാരിയായിട്ട് ഗുരുകുലത്തിൽ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കീഴിലെ ശങ്കരഭാഷ്യം, അദ്ദേഹത്തിൻ്റെ കൃതികൾ, വേദാന്ത കൃതികൾ, സംസ്കൃത വ്യാകരണം, യോഗശാസ്ത്രം അഭ്യസിക്കാൻ സാധിച്ചു. അതിനുശേഷം ആ സാധനാ ജീവിതം മതി എന്നുള്ള ഒരു നിർണയം കൊണ്ട് ഏതാണ്ട് 10-14 വർഷം അങ്ങനെ കറങ്ങുമായിരുന്നു. പിന്നീട് അച്ഛൻ്റെ ദേഹസ്വാസ്ഥ്യം കൊണ്ട് ഉണ്ടായ കഷ്ടം, അമ്മ ഒറ്റയ്ക്കായി, അച്ഛനെ നോക്കാനായിട്ട് ആരെങ്കിലും വേണം. വാസ്തവം പറയുകയാണെങ്കിൽ ഞങ്ങൾ വലിയ കുടുംബമാണ്, 8 അംഗങ്ങളുള്ള കുടുംബമാണ്. 6 ജ്യേഷ്ഠത്തിമാരും ഒരു ജ്യേഷ്ഠനും ഞാൻ അവസാനത്തെ ആളാണ്. പക്ഷെ അവരൊക്കെ ഓരോ ദിക്കിൽ സെറ്റിലായതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ അടുത്തുണ്ടാവണമെന്ന് തോന്നി. അങ്ങനെ അമ്മ വിളിച്ചു, ഞാൻ തിരിച്ച് വന്നു, യാത്രകളിൽ നിന്നൊക്കെ വിരമിച്ച് വന്നു. പിന്നെ അച്ഛൻ്റെ ദേഹവിയോഗം 87-ൽ. അതിനുശേഷം പിന്നെ അമ്മയ്ക്ക് ആരും ഇല്ല, നീ ഇറങ്ങരുത് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ പിന്നെ കുറച്ചൊരു ചെറിയ എഴുത്തുകാരനായിട്ട് ഒരു ജേണലിൽ എഴുതാൻ തുടങ്ങി, ശൃംഗേരിയുടെ. അങ്ങനെയൊക്കെ പിന്നീട് ഇത് പോരാ, നീ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കണം എന്ന് അമ്മയുടെ നിർബന്ധമായി. അപ്പോൾ പിന്നെ PG കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ എക്സ്റ്റേണലായിട്ട് MA ലിറ്ററേച്ചർ ചെയ്ത് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ലെക്ചറായിട്ട് ജോലി കിട്ടി. അങ്ങനെ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കാർക്കള ഭുവനേന്ദ്ര കോളേജിൽ ലെക്ചറായിട്ട് 91-ൽ ജോയിൻ ചെയ്തു.
യോഗം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 90-ൽ വിവാഹം കഴിഞ്ഞു. 91 ജൂലൈ 5-ാം തീയതി ഞാൻ കാലത്ത് 9:30 മണിക്ക് ജോയിൻ ചെയ്തിട്ടാണ് ഉച്ചയ്ക്ക് 1 മണിക്ക് മകൻ ജനിച്ചത്. അപ്പോൾ ഒരു ഉദ്യോഗമുള്ള അച്ഛൻ്റെ മകനായിട്ട് മകന് ജനിക്കാൻ സാധിച്ചു എന്നുള്ളൊരു യോഗമാണ്. അതോടുകൂടെ എൻ്റെ സമൂഹ ജീവിതം ആക്റ്റീവായി, വളരെ ക്രിയാശീലമായിട്ട് സമൂഹ ജീവിതത്തിലേക്ക് കടന്നു. പിന്നീട് PhD ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം അവിടെയുള്ള കാർക്കുളത്തിലുള്ള കോളേജിലെ ഫിസിക്സ് സുവോളജി പ്രൊഫസർ പറഞ്ഞു. കാരണം ശർമാജി, നിങ്ങൾ PhD ചെയ്തില്ലെങ്കിൽ സ്കെയിലിൻ്റെ കുഴപ്പമുണ്ടാവും. കാരണം അപ്പോൾ ടെമ്പററി ആയിട്ടാണ് എടുത്തതെങ്കിലും പെർമനൻ്റ് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. കോർട്ടിലൊക്കെ പോയിട്ട് അങ്ങനെ സ്റ്റോപ്പ് ഗ്യാപ്പ് എന്നൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു കർണാടകയിൽ. അപ്പം 90 ദിവസം കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് എടുത്തു കളയും, പിന്നീട് 1 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും എടുക്കും. അപ്പോൾ പിന്നെ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ലല്ലോ എന്നാണ് അവരുടെ. പക്ഷേ സുപ്രീം കോർട്ടിൻ്റെ ആദേശം ഞങ്ങളെ റെഗുലറൈസ് ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ 98-ലാണ് റെഗുലറൈസേഷൻ വന്നത്. അപ്പോൾ ആ സമയത്ത് PhD ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ളൊരു നിർബന്ധം കൊണ്ട് ഈ പ്രൊഫസർ നായർ, അദ്ദേഹം സുവോളജി പ്രൊഫസറായിരുന്നു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർബന്ധം ആണ് ഒരു കാരണം. അങ്ങനെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ MPhil വേണ്ടിയിട്ടാണ് ദേവി അഹല്യ വിശ്വവിദ്യാലയത്തിലെ ആപ്ലിക്കേഷൻ അയച്ചത്. അവിടെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ അവിടുത്തെ ഫാക്കൽറ്റി അദ്ദേഹം പറഞ്ഞു, യു ഡോണ്ട് റിക്വയർ, യുവർ എ സ്കോളർ ഫ്രം കർണാടക, യു ഡോണ്ട് റിക്വയർ MPhil, ഐ വിൽ ഗിവ് യു PhD രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശ്രീമതി യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അപ്പോൾ അവരുടെ കീഴിൽ PhD രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ഏത് ടെക്സ്റ്റാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ എന്നുള്ള നോവലാണെന്ന് പറഞ്ഞു. പറഞ്ഞു ചെറിയ പുസ്തകമാണത്, അതിനെന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ്, മെറ്റാഫിസിക്കൽ കമ്മ്യൂണിക്കബിലിറ്റി ഇൻ ഹെർമൻ ഹെസ്സൈ സിദ്ധാർത്ഥ എന്നാണ് എൻ്റെ കോൺസെപ്റ്റ്. യു പ്രിപ്പയർ ദി സിനോപ്സിസ് എന്ന് പറയും. അങ്ങനെ ഒരു രാത്രി കൊണ്ട് സിനോപ്സിസ് തയ്യാറാക്കി പിറ്റേ ദിവസം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഗ്രീൻ സിഗിൾ, യു ക്യാൻ ഗോ ഹെഡ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് തുടങ്ങി. അങ്ങനെ PhD രജിസ്ട്രേഷനായി, അവാർഡായി. 97-ൽ സബ്മിറ്റ് ചെയ്തു, 98-ൽ അവാർഡായി, 98-ൽ റെഗുലറൈസേഷൻ ഓർഡറും വന്നു. അങ്ങനെ ഒരു അനുഗ്രഹമായി PhD. അതൊരു തുടക്കമായിരുന്നു. പക്ഷേ ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളത്, ഞാൻ വാസ്തവത്തിൽ കർണാടകത്തിലായിരുന്നു പഠിപ്പിച്ചിരുന്നത് കുട്ടികളെ, കാരണം അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നോട്ട്സൊക്കെ ഇംഗ്ലീഷ് കൊടുക്കും. അപ്പോൾ അങ്ങയുടെ PhD സിദ്ധാർത്ഥ എന്ന് പറയുന്ന നോവലാണ്, ഹെർമൻ ഹെസ്സെ. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു സ്പിരിച്വൽ ക്വസ്റ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ മൈറ്റ് ഹാവ് റെഡ് ദാറ്റ് വൺ. അപ്പോൾ മലയാളത്തിൽ സാംബശിവൻ അദ്ദേഹം കഥാപ്രസംഗമായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് സിദ്ധാർത്ഥ എന്ന് പറയുന്ന നോവൽ. അപ്പോൾ വളരെ ചെറുതാണെങ്കിലും ആക്ച്വലി ഇറ്റ്സ് എ പ്രൊഫൗണ്ട് വൺ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു സ്പിരിച്വൽ ക്വസ്റ്റ് ആണ്. അപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദേശത്തും ഞാൻ ആ ദേശക്കാരനാണെന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാകണം. അപ്പോൾ എല്ലാ അറിവുകളും എല്ലാ ധാരണകളും യഥാർത്ഥത്തിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു ഒരു ശരിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഹെസ്സെ എങ്ങനെയാണ് അങ്ങനെ സ്വാധീനിച്ചത്? അപ്പോൾ ഹെസ്സെ യഥാർത്ഥത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനുമായിട്ട് മലയാളികൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ ഒന്ന് പറയാമോ അത്? അദ്ദേഹം ഹെസ്സെ കോട്ടയത്ത് ബാസൽ മിഷൻ സ്ഥാപിച്ചത് ഗുണ്ടർട്ടാണ്, ഹെർമൻ ഗുണ്ടർട്ട്. ഈ ഗുണ്ടർട്ടിൻ്റെ മകള് മേരി ഗുണ്ടർട്ടിൻ്റെ കൂടെ താമസിച്ചിരുന്നു കോട്ടയത്ത്. അപ്പോഴാണ് ഹെർമൻ ഹെസ്സെ അവിടെ ജനിക്കുന്നതും 12 വയസ്സ് വരെ അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു എന്നും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഈ ഹെർമൻ ഹെസ്സെയെക്കുറിച്ച് ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ ബോംബെ സാന്ദീപനിയിൽ വന്ന് ഒരു സത്സംഗത്തിൽ അവർ ഹെസ്സെയെക്കുറിച്ച് പറഞ്ഞു. അതിലുള്ള ഹീറോയിനെ പറ്റി പറഞ്ഞു. സിദ്ധാർത്ഥ എന്ന് പറയുന്ന സത്യാന്വേഷി, സ്വതന്ത്രമായിട്ടുള്ളൊരു സത്യാന്വേഷി. ആ കഥയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അന്ന് ആ കഥ വളരെ നന്നായിട്ട് രോചകമായിട്ട് തോന്നി. അത് മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് PhD ചെയ്യണം എന്നുള്ള ആശയം വന്നപ്പോൾ എന്തുകൊണ്ട് സിദ്ധാർത്ഥ എടുത്തുകൂടാ എന്നങ്ങനെ വന്നിട്ടാണ് സിദ്ധാർത്ഥയിലേക്ക് കടന്നത്. പിന്നെ അതിന് വേണ്ട സോഴ്സസൊക്കെ വളരെ തപ്പിപ്പിടിച്ച് ഉണ്ടാക്കേണ്ടി വന്നു. കാരണം ഈവൻ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ പോലും ഹെസ്സനെ കുറിച്ചിട്ടുള്ള അപഗ്രഥനാത്മകമായ ഗ്രന്ഥങ്ങൾ ഇല്ലായിരുന്നില്ല. കൽക്കട്ടയിൽ മാക്സ് മുള്ളർ ഭവൻ എന്നാണ് എനിക്ക് പുസ്തകങ്ങൾ കിട്ടിയത്. അങ്ങനെ അത് വർക്ക് ചെയ്ത് പ്രയത്നപ്പെട്ട് കിട്ടി. പിന്നീട് 10 വർഷത്തിന് ശേഷം സംസ്കൃതത്തിൽ PhD എടുക്കാനുള്ള ഒരു സന്ദർഭം വന്നു. അത് കാരണം ഞാൻ വാല്യുവേഷന് പോകുമ്പോൾ അവിടെ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ നെക്സ്റ്റ് സെക്ഷനായിരുന്നു. അപ്പോൾ അവിടെ വന്നിരുന്ന ഒരു പ്രൊഫസർ, സംസ്കൃതം പ്രൊഫസർ, ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഫ്രീ ടൈമിൽ ഞാൻ പറഞ്ഞു എൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊരു പുസ്തകം എഴുതണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞു, നിങ്ങൾ പുസ്തകം എഴുതണ്ട, ഞങ്ങളുടെ യൂണിറ്റിൽ
സംസ്കൃതം PhDക്ക് വേണ്ട രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കാൻഡിഡേറ്റായിട്ട് പ്രപ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സാൻസ്ക്രിറ്റ് PhDക്ക് പ്രപ്പോസ് ചെയ്തു. അങ്ങനെ അതിൻ്റെ ടോപ്പിക് സെലക്റ്റായി. അതിനു വേണ്ടി പ്രയത്നിച്ച് 2003 മുതൽ 2007 വരെ അതിനുവേണ്ടി വർക്ക് ചെയ്തു. തന്ത്രശാസ്ത്രമായിരുന്നു തിരഞ്ഞെടുത്തത്. ദശമഹാവിദ്യ എന്ന് പറയുന്ന ശാക്തേയമായിട്ടുള്ള സാധനങ്ങളെക്കുറിച്ചായിരുന്നു. 2007 സബ്മിറ്റ് ചെയ്തു. 2008 അവാർഡായി. അങ്ങനെ സംസ്കൃതത്തിലുള്ള PhD ആണ് എനിക്ക് ഗവേഷണത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു പ്രേരണയായത്. അതെ. അപ്പോൾ ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് മദർ ഓഫ് ഓൾ ലാംഗ്വേജസ് എന്നൊരു ധാരണ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു ചില സംവദനങ്ങളിൽ മുത്തമിഴ് എന്ന് പറയുന്ന ഭാഷയാണ് ലോകത്തിലെ ആദ്യത്തെ ഭാഷ, അതിൽ നിന്ന് സാൻസ്ക്രിറ്റ് ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? സാൻസ്ക്രിറ്റ് ആണോ ഈ ആദിമ ഭാഷ, അതോ ഈ മുത്തമിഴ് എന്ന് പറയുന്ന ഭാഷയാണോ? അത് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇതിൽ ശ്രദ്ധിക്കേണ്ട വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില അംശങ്ങൾ ഈ സന്ദർഭത്തിൽ ഞാൻ മുന്നിൽ വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഇത് ഒരു അഭിപ്രായമല്ല, ഇതൊരു ഗവേഷകന്റെ ദൃഷ്ടിയെന്നോ അനുഭവ ആധാരത്തിൽ പറയുന്ന കാര്യങ്ങളാണെന്നും കൂടെ ഞാൻ ഉറപ്പിച്ച് പറയട്ടെ. സംസ്കൃത ഭാഷ സാഹിത്യ ഭാഷ എന്ന് പറയുന്ന സംസ്കൃത ഭാഷ, വേദങ്ങളിലുള്ള മന്ത്രങ്ങളുടെ മന്ത്രഭാഷ എന്ന് പറയുന്ന സംസ്കൃത ഭാഷ, തന്ത്രശാസ്ത്രത്തിലും യോഗശാസ്ത്രത്തിലും ഉപയോഗിക്കുന്ന സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ, ഇതിന് വളരെ വ്യത്യാസമുണ്ട്. വ്യത്യാസം അനുഭവ തലത്തിലാണ്. അപ്പോൾ സാഹിത്യ ഭാഷ അറിയുന്ന സംസ്കൃത കാവ്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് തന്ത്രശാസ്ത്രത്തിലേക്ക് പ്രവേശനം കിട്ടിക്കൊള്ളണമെന്നില്ല. അതേപോലെ യോഗശാസ്ത്രത്തിലേക്ക് പ്രവേശനം കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ കാണുന്നത് സംസ്കൃതം എന്ന് പറയുന്നതിന് ഒരു കീബോർഡ് ലാംഗ്വേജ് എന്ന് ഒരു തലത്തിൽ കണ്ടാൽ, മെഷീൻ ലെവൽ ലാംഗ്വേജ് എന്നുള്ള ഒരു തലത്തിൽ തന്ത്രശാസ്ത്രത്തിൽ കാണാൻ കഴിയും. അത് നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിലുള്ള തലങ്ങളിൽ സംസ്കൃതം എന്നുള്ള ഭാഷയുടെ രൂപം എന്താണെന്ന് ചോദിച്ചാൽ അത് അനുഭവം കൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന സംഗതിയാണ്. ഇതിനെയാണ് പതഞ്ജലി മഹർഷി തസ്യ വാചക പ്രണവഃ എന്നുള്ള സൂത്രം കൊണ്ട് സൂചിപ്പിക്കുന്നത്. തസ്യ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ കാരണമായിരിക്കുന്ന ആ ശക്തിയുടെ വാചക, ആ ശക്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് പ്രണവം എന്ന് പറയുന്നു. അപ്പോൾ ആ പ്രണവത്തിനെ നമ്മൾ സാഹിത്യ ഭാഷയിൽ എടുക്കാൻ സാധിക്കില്ല, അത് മന്ത്രഭാഷയാണ്. ആ മന്ത്രഭാഷയുടെ തലങ്ങൾ സാധാരണ ഭാഷ കൈകാര്യം ചെയ്യുന്ന ലിംഗ്വിസ്റ്റിക് മോഡലിൽ അതിനെ അപഗ്രഥനം ചെയ്യാൻ സാധിക്കില്ല. തരംഗങ്ങളാണ്. മന്ത്രങ്ങളെ പറ്റി പറയുമ്പോൾ മാക്സ് മുള്ളർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ധാരണ, പ്രചരിപ്പിച്ച ഒരു ധാരണ വേണമെന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ള കാര്യമാണ് ദ സീക്രട്ട് ബുക്സ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറഞ്ഞു. വേദങ്ങൾ പുസ്തകങ്ങളെ അല്ല. സായണാചാര്യൻ നിർവചിക്കുന്നത് വേദോ നാമ അനന്ത ശബ്ദരാശി എന്നാണ്. ശബ്ദരാശിയാണ്. അൺഎൻഡിങ് സീരീസ് ഓഫ് സീക്വൻസസ് ഓഫ് സൗണ്ട്സ് ആണ് വേദം. ഈ സൗണ്ട്സ് ആയതുകൊണ്ട് ആ സൗണ്ട്സിന് എന്തർത്ഥമെന്ന് നമ്മൾ കണ്ടെത്തണമെങ്കിൽ ഡിക്ഷണറി അല്ല അതിനുപയോഗിക്കേണ്ട ഉപകരണം. ഡിക്ഷണറി ഈസ് നോട്ട് അറ്റ് ഓൾ ദ ടൂൾ ഫോർ ഡീകോഡിങ് ദ വേദമന്ത്രാസ്. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ മന്ത്രത്തെ എ സീരീസ് ഓഫ് സീക്വൻസസ് ഓഫ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ ആ ശബ്ദങ്ങൾക്ക്, ഞാൻ ഇതൊരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ ഒരു സംഭവമാണ്. ടെക്നോളജി റെലവൻറ്റ് മീനിങ്സ് നമുക്ക് അവിടെ കാണാൻ കഴിയുമെന്നുള്ളത് ഇന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വേദമന്ത്രങ്ങളിൽ നിന്നും പുരുഷ സൂക്തത്തിൽ നിന്നും 8 തരത്തിലുള്ള വൈദ്യുതി നിർമ്മിക്കാവുന്ന, വൈദ്യുതി ഉത്പാദിപ്പിക്കാവുന്ന യന്ത്രവിധാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സതീഷ് ചന്ദ്ര എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ബാംഗ്ലൂര്. അദ്ദേഹം അഗ്രഗാമി എന്നൊരു സ്ഥാപനം നടത്തുന്നതായിരുന്നു. ഈയിടെയാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗമായി എന്ന്. പക്ഷേ അദ്ദേഹം എൻ്റെ കോൺഫറൻസിന് ഉടുപ്പിയിൽ 2011 ഞാനൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് കോർഡിനേറ്റ് ചെയ്തിരുന്നു, ഡീകോഡിങ് വേദവിദ്യ എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം വന്നിരുന്നു. ഈ കാര്യം അദ്ദേഹം അവിടെ പ്രസ്താവിച്ചിരുന്നു. അതിൻ്റെ അനന്തരഫലമായിട്ട് ഈയിടെ എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ വർഷമോ മറ്റോ ഗുജറാത്തിൽ 50 ഏക്കർ സ്ഥലത്ത് ഈ അഗ്രഗാമിയുടെ ഈ വിദ്യുത് ശക്തി ഉത്പാദന കേന്ദ്രം അത് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. പുരുഷ സൂക്ത ആധാരിതമായിട്ടുള്ള വിദ്യുത് ശക്തി ഉത്പാദനത്തിൻ്റെ യൂണിറ്റ്
സ്ഥാപിക്കാനുള്ള പ്രയത്നങ്ങൾ ഒരു IAS ഓഫീസറാണ് അതിൻ്റെ ഡയറക്ടർ. ഗ്രേറ്റ്. അത് അങ്ങനെ വരുമ്പോൾ ടെക്നോളജി റിലവൻറ്റ് മീനിങ്സ് ആർ പോസിബിൾ എന്ന് സതീഷ് ചന്ദ്രയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ധ്യാനങ്ങളിലൂടെ ഞാൻ കണ്ടെത്തിയ ചില അർത്ഥങ്ങൾ ഒരുപാട് സൂക്ഷ്മമായിട്ടുള്ള സംഭവങ്ങളാണ്, അത് ഡിക്ഷണറിയിൽ കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഈ മന്ത്രഭാഷ എന്നുള്ളതിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഋഷിമാർ എങ്ങനെ ഇതിനെ ഒരു ടൂൾ ആയി ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കണം. സോ ദ റിസർച്ച് ടൂൾസ് ഓഫ് വേദിക് ഋഷീസ്, ഈ കാര്യത്തിലേക്ക് ഞാൻ കടക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ കടക്കുമ്പോഴാണ് മനസ്സിലാക്കിയത് ഋഷിമാർ ഒരിക്കലും ബാഹ്യമായിട്ടുള്ള യാതൊരു ഉപകരണങ്ങളും ഉണ്ടാക്കിയിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല. പക്ഷെ എങ്ങനെ അവർ ഭൂമിക്കും ഗ്രഹങ്ങൾക്കുമുള്ള അന്തരം, ദർശനം, ഈ ദർശനം എന്ന് പറയുമ്പോൾ അതിന് ഒരു തർജ്ജമ ഇംഗ്ലീഷിൽ ഇല്ല. ഇൻട്യൂഷൻ എന്നൊക്കെ പറയാമെന്നല്ലാതെ